ഏഷ്യാനെറ്റുകാർ മയക്കുമരുന്നിനടിമയായിട്ടാണെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരുന്നു. അത് പച്ചക്കള്ളമാണ്. ബീഡി പോലും വലിക്കുന്ന പയ്യനാണ്. മകൻ തൂങ്ങി മരിച്ച്, മറ്റേയാൾ ഭക്ഷണം കഴിച്ച് മരിച്ചു. എന്നെ അവൻ തോർത്തോ ഷാളോ എന്തോ ഇട്ട് മുറുക്കി. ഞാൻ പറഞ്ഞിടാ അത് തിന്ന് മരിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും, ഞാൻ മരിച്ചെന്ന് പറഞ്ഞായിരിക്കും. അമ്മയും മകനും ഒരു തീരുമാനമെടുത്തു. ഇനി ജീവിക്കണ്ട, മരിക്കണം, അത് തന്നെ പോകാൻ വഴി. അവർ അത് ഉറപ്പിച്ചു. രണ്ടുപേർക്കും വയ്യ, ജീവിക്കാൻ പോലും മാർഗമില്ല, ആരും സഹായിക്കാനുമില്ല. അവർ രണ്ടുപേരും മരിക്കാൻ തയ്യാറെടുത്തു. പക്ഷേ നാട്ടുകാർ ആ കാഴ്ച കണ്ട് നടുങ്ങി. മകൻ തൂങ്ങി മരിച്ചു നിൽക്കുന്നു, അമ്മ ജീവനോടെ. എന്തുകൊണ്ട് അമ്മ മരിച്ചില്ല? മകൻ എങ്ങനെ മരണപ്പെട്ടു? കൊല്ലം ജില്ലയിലെ ആയൂരിൽ നടന്ന സംഭവമാണിത്. നേരെ ഈ വീട്ടിനകത്ത് നിലവിളി കേൾക്കുന്നു. അമ്മ കിടന്ന് നിലവിളിക്കുന്നു, എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും തൊട്ട് മേൽ താമസിക്കുന്ന ബിജുവും കൂടെ ചേർന്ന് ഇവിടെ വന്ന് നോക്കി. ഇവരെ വിളിച്ചു. അന്നേരം ഈ മുറിയും ഈ പുറം വാതിലും അകംവാതിലും എല്ലാം കുറ്റിയിട്ടിരിക്കുകയാണ്. അന്നേരം ഇവരെ വിളിച്ചപ്പോൾ അവർ വെള്ളം വേണം, എന്നെ ഇട്ടിട്ട് പോയി എന്നൊക്കെ ഇവർ സംസാരിക്കുന്നു. ഞങ്ങൾ തുറക്കാൻ നോക്കിയിട്ട് ഒത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഈ അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഞാനും എൻ്റെ മോനും ഇവിടെ ഇരുന്ന ഗുളിക എടുത്ത് കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ചതാണ്. എന്നെ അവൻ തോർത്തോ ഷാളോ എന്തോ ഇട്ട് മുറുക്കിയപ്പോൾ പിന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനങ്ങ് ബോധം കെട്ട് വീണു. ഈ അമ്മ പറഞ്ഞതാണ്, ബോധം കെട്ട് വീണു. അതിനുശേഷം ഞാൻ മരിച്ചു കാണുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവൻ കയറി ഈ റൂമിനകത്ത് തൂങ്ങിയത് എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഇൻക്വസ്റ്റെല്ലാം തയ്യാറാക്കി ഇവരെ ഇപ്പോഴേ അങ്ങ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യം കടയ്ക്കൽ കൊണ്ടുപോയി. കടയ്ക്കിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സയിലായിരുന്നു. തൂങ്ങിയത് ഈ ഉത്തരത്തിൽ കെട്ടിക്കൊണ്ടാണ് തൂങ്ങിയത്. ഈ ഉത്തരത്തിൽ കസേര കെട്ടി എൻ്റെ മേളിൽ കുരുക്കിയിട്ടാണ് കയറി തൂങ്ങിയിട്ടുള്ളത്. ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ താമസം. മോന് പണിക്കൊക്കെ പോകുമായിരുന്നു. ഈ സെയിൽസ്മാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം പണിയൊന്നും ഇല്ല. അവന് 35 വയസ്സ്. അരുണും രഞ്ജിത്ത് എന്നാണ് പേര്. അരുണല്ല, രഞ്ജിത്ത് എന്നാണ് പേര്. കല്യാണം കഴിഞ്ഞിട്ടില്ല. അവനും 2-3 ഓപ്പറേഷനെല്ലാം കഴിഞ്ഞതാണ്. 3ഓളം ഓപ്പറേഷൻ കഴിഞ്ഞ് എന്തൊക്കെ അസുഖം, പിന്നെ അരിശസിൻ്റെ എന്തൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു. 3 ഓപ്പറേഷൻ കഴിഞ്ഞെന്നാണ് ഈ അമ്മ പറഞ്ഞത്. അങ്ങനെ ഇവരുടെ കാലിൽ വല്ലാതെ കയറി പഴുക്കുകയും ഒരു മുള്ളുകൊണ്ട് പഴുക്കുകയും അതിനുശേഷം ഒരു പാറക്കാട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് സ്ഥിരമായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തന്നെയാണ് കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആരോടും അങ്ങനെയൊന്നും വലിയ സഹകരണമൊന്നുമില്ല. നാട്ടിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ പൈസ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്, വീടുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതിനുശേഷം അവൻ്റെ അമ്മ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞു. ഇതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റെല്ലാം തയ്യാറാക്കി. പിന്നെ ഇന്നലെയാണ് അടക്കിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന് അടക്കിയത് ഇന്നലെയാണ്. ഇന്നലെ തന്നെ അമ്മയും കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു മോനെ. അതുകൊണ്ട് വേറെ ഒരു സാഹചര്യം, അവൻ ഒരു മയക്കുമരുന്നോ മറ്റൊന്നും കഴിഞ്ഞില്ല. അതൊരു ചാനലുകാർ, ഏഷ്യാനെറ്റുകാർ മയക്കുമരുന്നിനടിമയായിട്ടാണെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരുന്നു. അത് പച്ചക്കള്ളമാണ്. ബീഡി പോലും വലിക്കുന്ന പയ്യനല്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബീഡി പോലും വലിക്കുന്ന പയ്യനല്ല. അങ്ങനെ യാതൊരു ലഹരിയും, മദ്യം കഴിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അങ്ങനൊന്നുമില്ല. അവന് വലിയ ചെറുപ്പക്കാരുമായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. ആളുകളുമായി അയലുകാരുമായിട്ടും വലിയ സഹകരണമൊന്നുമില്ല. അവർ തള്ളയും മോനും മാത്രം ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതാണ് നടന്ന സംഭവം. ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഗവൺമെൻറ് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. കടയ്ക്കൽ ഗവൺമെൻറ് ആശുപത്രി പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് വേണ്ടുന്ന ഏർപ്പാട് ചെയ്യാൻ, ഇവിടെ പാലിയേറ്റീവിൻ്റെ സൗകര്യമുണ്ട്, അവിടെ പോകണം. എന്നാൽ അവന് താല്പര്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്.
പോകാമെന്ന് എന്നോട് സംഭവിച്ചെങ്കിലും പിന്നെ കൊണ്ടുപോകാൻ അവൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ഞാനിവിടെ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരാം, പോകണം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അമ്മയുടെ ഈ കാല് അമിതമായി പഴിക്കുകയും മറ്റുമെല്ലാം ഷുഗറും കൂടി ഒരു വല്ലാത്ത സ്ഥിതിയായപ്പോൾ പിന്നെ സാമ്പത്തിക പ്രശ്നവും ഉണ്ട്. അതെല്ലാം കൂടെ വന്നപ്പോൾ അവൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്ന് കണ്ട് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യം അവരോട് കയറി ചോദിച്ചപ്പോൾ അമ്മ എന്നോട് ഈ വിവരം പറഞ്ഞത് അച്ഛൻ നേരത്തെ മരിച്ച്, അച്ഛൻ നേരത്തെ സൂയിസൈഡ് ചെയ്ത. ആ ഇവിടെ വെച്ച് ഇവിടെ മരുന്ന് ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ മരുന്ന് കഴിച്ച് വിഷം കഴിച്ച് മരിച്ചതാണ്. ആ അതാണ് മകൻ തൂങ്ങി മരിച്ചു, മറ്റേയാൾ ഭക്ഷണം കഴിച്ച് മരിച്ചു. അത് 8-9 വർഷമായി. ഞാനും മോനും തന്നെയുള്ളൂ ഇവിടെ. അപ്പോൾ ഇതിനെപ്പറ്റി അവൻ്റെ അന്നേരം എനിക്ക് സുഖമില്ലാത്തതാ. അപ്പം പറഞ്ഞു അവനും വയ്യാത്തതാ, അവന് ശരീരം കൊണ്ടോ എന്നാൽ അവന് മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോഴും അവൻ പറഞ്ഞു, പിന്നെ ഇന്നാളെൻ്റെ പറഞ്ഞു, അമ്മ എന്തോ ചെയ്യും, നിങ്ങൾക്ക് വയ്യാതെ വന്നാൽ ഞാൻ എന്തോ ചെയ്യണം, ഞാൻ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം മക്കളെ, ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാട്ടിത്തരും. അന്നേരം അമ്മ പറഞ്ഞു, അമ്മ ഇനിയും പിന്നെ എന്തെങ്കിലും നമുക്ക് അങ്ങ് ചെയ്യാൻ. അന്നേരം ഞാൻ പറഞ്ഞു, മക്കളെ ഒന്നും ചെയ്യണ്ട, ദൈവം നമുക്കൊരു വഴി കാട്ടിത്തരും, നമുക്കൊന്നും ചെയ്യണ്ട. അപ്പോഴും പിന്നീട് മെനഞ്ഞാന്ന് രാത്രി, സമയമൊന്നും എനിക്കറിയത്തില്ല, രാത്രിയിലത്തെ കുളിയ വാരി എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ആ ഗുളിക തന്നു, അതറിയാമേ. അപ്പം ഞാൻ പറഞ്ഞിടാ അത് തിന്ന് മരിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ആരുമില്ല, അക്കടെ ഒന്നും ചെയ്യണ്ട, അമ്മക്ക് ആരുമില്ല, അമ്മയ്ക്ക് നീയല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ നീയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ എന്നെ ഇട്ടിട്ട് നീ ഒന്നിനും പോലെ ഇല്ല, അമ്മ ഇട്ടിട്ട് ഞാൻ ഒന്നിനും പോവുകയല്ലോ, അത് ഞാൻ പോയി അമ്മ ഇട്ടിട്ട് ഞാൻ പോകത്തില്ല. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ ഗുളിക ചത്തില്ലെങ്കിൽ എന്തോ, അവൻ ചത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ട്, അതുപോലെ നമുക്കൊരു ഇത് കാണും. അവൻ അങ്ങനെ എന്തോ ഞാൻ മരിച്ചെന്നും പറഞ്ഞുണ്ടോ, കഴുത്തിന് ഇങ്ങനെ ഒരു ഇത് വീണ് ഞാൻ മരിച്ചെന്നും പറഞ്ഞായിരിക്കും. അവന് കയറി അങ്ങ് തൂങ്ങിയത്. പിന്നെന്തോ നടന്നെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ എനിക്ക് ചെവുത്ത വരുന്നില്ല, ചെവുത്ത കിട്ടുന്നില്ല. കടമുണ്ട്. എനിക്കാണ് എൻ്റെ വീടും പുരടും ചടയങ്ങളുടെ തറവുമെങ്കിലിരിക്കുക. ഇത് ലിപ്തിയാവാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരിവിടെ വന്നു. അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ജോലിക്ക് പോകും. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവന് എന്നെ ഇട്ടിട്ട് എനിക്ക് ഇറങ്ങി പുറത്തോട്ട് നടക്കാനോ എനിക്കൊരാളെ സഹായം വേണം. എടുത്ത എന്നെ ബാത്റൂമിലും അവിടെയും ഇവിടെയും എല്ലാം കൊണ്ട് നടക്കുന്നതിന് ഒരു ആശുപത്രിയിൽ പോകണമില്ല. എൻ്റെ കാല് പഴുത്ത് ഒരു മുള്ളു കൊണ്ട് പഴുത്തിരിക്കുക. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇതിന് അന്ന് ചെയ്യാനുള്ള സാമ്പത്തികം അവൻ്റെ കയ്യിലില്ല. എന്ന് വെച്ചാൽ അവൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്നെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയില്ല അവന്. മറ്റേ ആളില്ലാത്തത് കൊണ്ട് ഒരു മോനേ ഉള്ളൂ. പക്ഷേ അവൻ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അവനും അങ്ങനെ അമ്മ എന്നിട്ട് പറഞ്ഞു, അമ്മയെ ഭൂമി ഞാൻ ഇട്ടേക്കുകയില്ല, എനിക്കറിയാം അമ്മയ്ക്ക് ആളില്ലെന്ന്. പിന്നെ ഇനിയിപ്പോൾ എന്തുവാന്ന് വെച്ചാൽ നമുക്കറിയാം. ഇല്ല, സഹോദരൻ ഒരു അനിയത്തി, അവൾക്ക് സുഖമില്ല ഇപ്പം. എന്നാലും അവളാ നിൽക്കുന്നത് ഇവിടെ. നമുക്ക് താങ്ങാനോ എടുക്കാനോ ഉള്ള ഇതില്ല, അവൾക്ക് വയ്യാത്തയാണ്. ഷോക്ക് വന്ന് അവളെ ഒരു വർഷം തളർന്നതായിരുന്നു. പിന്നെ അവർ വർഷത്തിൽ കൊണ്ട് ഇപ്പം എന്തുവായാലും എന്നാലും ജോലിയൊന്നും നമുക്ക് അടുത്ത ജോലി ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒന്ന് താങ്ങാനോ ഒന്നും ഒക്കത്തില്ല. പിന്നെ അതിലെ ഭക്ഷണം കാണും വെച്ച് തരാനേ അവൾക്ക് പറ്റത്തുള്ളൂ. ഒന്ന് താങ്ങാനോ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ ആളില്ല.